ജീവനും ജീവിതത്തിന്റെ 172ാമത്തെ സെഷനിലേക്ക് ക്രിസ്തു യേശുവിൽ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം നമ്മൾ ലളിതമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഈ ഭൂമിയിൽ നമുക്ക് വിവിധ മേഖലകളിൽ നമ്മുടെ ദൗത്യ നിർവഹണങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ പ്രൊഫഷൻ, അതുപോലെ കുടുംബവുമായി ബന്ധപ്പെട്ട്, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിവിധ മേഖലകളിൽ നമുക്ക് ദൗത്യ നിർവഹണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ പ്രത്യേകമായി ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് പരസ്പര തടസ്സങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് കഴിയുന്നത് എന്ന കാര്യമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ജോലിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഉപജീവൻ എന്ന രീതിയിൽ മാത്രം കാണാനാണ് നമുക്ക് പൊതുവെ ലഭിച്ചിരിക്കുന്ന ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ്. യഥാർത്ഥ ക്രിസ്തു അനുയായികൾക്ക് അങ്ങനെ മാത്രമാണ്? അതോ നമ്മുടെ ജോലിയിലായാലും, നമ്മുടെ കുടുംബത്തിലൂടെ ആയാലും, സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ആണെങ്കിലും ഒരു പേർപ്പസ് ഡ്രിവൺ ലൈഫാണോ ഉദ്ദേശിക്കുന്നത്? ജോലി അല്ലെങ്കിൽ നമ്മൾ മറ്റു ചെയ്യുന്ന ദൗത്യ നിർവഹണങ്ങൾ, അത് ഭൗതിക കാര്യം. ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ദൗത്യങ്ങൾ ആത്മീകം എന്ന വേർതിരിവിൽ കാണേണ്ടതുണ്ടോ? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യേണ്ടത്, മുൻഗണനകൾ ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് കാണേണ്ടത്, ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. അതിനായിട്ട് നമ്മെ സഹായിക്കുന്നത് പ്രിയ ജെറി സഹോദരനാണ്. സഹോദരനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ അതിന്റെ ടോപ്പിക് ഭൗമിക ദൗത്യവും ദൈവരാജ്യ ദൗത്യവും സംഘർഷമില്ലാതെ എങ്ങനെ നിറവേറ്റാം അല്ലെങ്കിൽ നിർവഹിക്കുന്നത് എങ്ങനെ, അതാണ് നമ്മുടെ ചോദ്യം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആ ചോദ്യം എൻ്റെ ഭാവനയിൽ ഒന്ന് വികസിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ചോദ്യം ചോദിക്കുന്ന വ്യക്തി പറയുന്നത് ഇതാണ്: ഞാനൊരു തൊഴിലിൽ അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ഉള്ളൊരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ബൈബിൾ വായന അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ക്വൈറ്റ് ടൈം, കുടുംബ പ്രാർത്ഥന, ബൈബിൾ പഠനം, സഭാപ്രവർത്തനങ്ങൾ എന്നിവ ചെയ്യുവാൻ എനിക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല, പലപ്പോഴും അതിന് സമയമില്ല. അതിന്റെ കാരണം അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അത് ചെന്നെത്തുന്നത് എൻ്റെ തൊഴിലിലാണ്. എന്നെ സംബന്ധിച്ച് ഒരു തൊഴിലുള്ള വ്യക്തിക്ക് രണ്ട് ജീവിതങ്ങളുണ്ട്. ഒന്ന് ഭൗമിക ജീവിതം, ഒന്ന് ആത്മീക ജീവിതം. ഇത് രണ്ടും തമ്മിൽ സംഘർഷമുണ്ട്. എനിക്കത് പരിഹരിക്കുവാനായിട്ട് പറ്റുന്നില്ല. എന്താണ് അതിനുള്ള ഉത്തരം? അതാണ് ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തി ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ആ ചോദ്യത്തിന് വേണ്ടി ചോദിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒന്ന്, ബ്രദർ പറഞ്ഞ പോലെ ഭൗമിക ജീവിതം എന്നും ആത്മീക ജീവിതം എന്നും രണ്ട് വ്യത്യസ്ത ജീവിതങ്ങളുണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ വിഭജിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയം, പ്രാർത്ഥിക്കുന്ന സമയം, ബൈബിൾ പഠനങ്ങളിൽ പങ്കെടുക്കുക, സഭായോഗങ്ങളിൽ പോകുക, സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുക, ക്യാമ്പിന് വരിക, എല്ലാ വ്യാഴാഴ്ചയും ജീവിതവും അറ്റൻഡ് ചെയ്യുക, ഇതെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ രാവിലെ 8 മണിയാകുമ്പോൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, എനിക്കൊരു വെക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുന്നു, കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്നു, പഠിക്കാനായിട്ട് പോകുന്നു, വിശ്രമിക്കുവാനായിട്ട് പോകുന്നു. ഇതെല്ലാം ഭൗമിക ജീവിതമാണ് എന്നാണ്
പൊതുവെ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഭൗമിക ജീവിതത്തിന് ശേഷം ആത്മീയ ജീവിതത്തിന് ഒരു സമയവുമില്ല. അതാണ് ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ പ്രശ്നം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ 1-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനൊരു ഭൗമികമായിട്ടുള്ള ഒരു ജീവിതവും ആത്മീയമായിട്ടുള്ള ഒരു ജീവിതവും ഒരു വേർതിരിവ് അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. ദൈവം അവനെ പറ്റി ഉദ്ദേശിച്ച കാര്യം ഒരു സംഗ്രഹിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്: ദൈവത്തെ അനുകരിച്ചുകൊണ്ട് മനുഷ്യൻ ജീവൻ ഉളവാക്കുവാനായിട്ട് കഴിയും. ദൈവൻ ജീവനെ സൃഷ്ടിച്ചു, അതനുകരിച്ച് മനുഷ്യർക്ക് ജീവൻ ഉളവാക്കുവാനായിട്ട് കഴിയും. 2, മനുഷ്യർക്ക് ലോകത്തിന്റെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കണം. 3, പിതാവിന്റെ സ്വരൂപമായ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാനായിട്ട് വിശ്വാസികളെ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഭൗമിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും നമ്മൾ വേർതിരിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. എല്ലാ ജോലികളും കർത്താവിന് വേണ്ടിയായിരിക്കണം. കർത്താവിനെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്. ഭൗമിക ജോലിയെ ഒരിക്കലും ഒരു ആത്മീയത കുറഞ്ഞതോ അല്ലെങ്കിൽ ആത്മീയത ഇല്ലാത്തതായിട്ടുള്ള നമ്മൾ ഒരിക്കലും കണക്കാക്കരുത്. കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് നമ്മുടെ സകല കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സേവിക്കുകയും ദൈവഹിതം കണ്ടെത്തുകയും വേണം. അതിനുവേണ്ടി ഒരു പക്ഷേ നമ്മൾ മുഴുവൻ സമയം സഭയ്ക്ക് വേണ്ടി സേവിക്കാം, അല്ലെങ്കിൽ മുഴുവൻ സമയം ജോലിക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് നമ്മൾക്ക് ഒരു ജോലി കണ്ടെത്താൻ സാധിക്കും. ഈ വീക്ഷണത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഓരോ വിശ്വാസിയും കർത്താവിന് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. 2-ാമത്തെ ചോദ്യം: 2 വ്യത്യസ്ത ജീവിതങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം എന്താണ്? ഈ സംഘർഷത്തിന് എന്താണ് കാരണം? ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. 1, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം, പ്രത്യേകിച്ച് ഒരു ആത്മീയമായിട്ടുള്ള അച്ചടക്കമില്ല. ഉദാഹരണത്തിന്, ബൈബിൾ വായിക്കുന്ന കാര്യത്തില് എപ്പോഴാണ് ബൈബിൾ വായിക്കേണ്ടത്, എത്ര സമയമാണ് വായിക്കേണ്ടത്, നമുക്കൊരു ചിട്ടയില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോ സമയമുള്ളപ്പോ വായിക്കും, സമയമില്ലായപ്പോൾ നമ്മൾ വായിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ആത്മീയ അച്ചടക്കമില്ല. നമ്മുടെ സമയം എങ്ങനെയാണ് ചെയ്യേണ്ടത്, സമയം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് പലപ്പോഴും നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള അച്ചടക്കം ഇല്ലാത്തതാണ് ഒരു പക്ഷേ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. 2-ാമത്തെ ഒരു കാരണം, നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകൾ എന്താണെന്ന് അറിയില്ല. ഏറ്റവും വലിയ പ്രയോറിറ്റി, ഏറ്റവും വലിയ മുൻഗണന എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ നമ്മൾ സമയം ചെലവഴിക്കുന്നത് തെറ്റായിട്ടുള്ള മുൻഗണനകൾക്കായിരിക്കാം. വേറൊരു കാര്യം, ജീവിതത്തിൽ എന്തെല്ലാം മാറ്റി വെക്കാം, എന്തെല്ലാം മാറ്റി വെക്കരുത്, എപ്പോഴെല്ലാം ചെയ്യണം, പലപ്പോഴും നമുക്കറിയുന്നില്ല. മാത്രമല്ല, നമ്മുടെ ജോലിയിലൂടെ കർത്താവിന്റെ മഹാനുയോഗം നിറവേറ്റുന്നതിലും നമ്മൾ പരാജയപ്പെടുന്നു. കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനുള്ള മൂല കാരണങ്ങൾ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്തത് വരുന്നത്? അതിനുള്ള ചില മൂല കാരണങ്ങൾ എന്താണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, പലപ്പോഴും നമുക്ക് കർത്താവിൽ നിന്ന് കേൾക്കുവാനും അവനോട് സംസാരിക്കുവാനും നമുക്ക് സമയം ചെലവഴിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് പ്രശ്നം? എനിക്ക് യേശുവായിട്ടുള്ള ഒരു ബന്ധം യഥാർത്ഥമായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയുന്നില്ല. പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ഒരു വിശ്വാസി എന്നുള്ള പേരിൽ ചെയ്യുന്നു, എന്നാൽ യഥാർത്ഥമായിട്ട് ചോദിക്കുകയാണെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ ആസ്വദിക്കുന്നില്ല. കാരണം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ അധികം സമയം ചെലവഴിക്കുന്നില്ല. കർത്താവിൽ നിന്ന് കേൾപ്പാനും കർത്താവിനോട് പറയുവാനും എനിക്ക് സമയം കിട്ടുന്നില്ല. വേറൊരു കാരണം, എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ പറ്റി ആഗ്രഹിക്കുന്ന ഹിതം, ഉദ്ദേശം, ദൗത്യം എന്താണെന്നുള്ള കാര്യം പലപ്പോഴും എനിക്കറിയില്ല. ചിലവർക്ക് സമയമുണ്ട്, ആഗ്രഹമുണ്ട്, ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം. പക്ഷേ ആ ഒരു എഫിഷ്യൻസി ഇല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യം അതിനെ അനുവദിക്കുന്നില്ല, അവരുടെ ആരോഗ്യം അതിനെ അനുവദിക്കുന്നില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മഹാനിയോഗത്തിൽ ഒരു വ്യക്തിയുടെ പങ്ക് എന്താണെന്ന് നമ്മൾ അറിയുന്നത് വളരെ ആവശ്യമാണ്. മഹാനിയോഗത്തിൽ യേശു കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുക, മറ്റുള്ളവരെ യേശു കർത്താവിനെ ശിഷ്യരാക്കുക എന്നതാണ് മഹാനിയോഗം. ആ മഹാനിയോഗം എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ്. അത് ചില വ്യക്തികളുടേത് മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന മഹാനിയോഗം എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്.
അത് മുഴുവൻ സമയം പ്രവർത്തകരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, എല്ലാ വ്യക്തികളും ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അതിന്റെ പരിധി എത്ര വരെയുണ്ട്? മഹാനിയോഗം എന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്കോപ്പ് ഓഫ് ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗത്തിന്റെ പരിധി ഏതുവരെയുണ്ട്? വീടുകളിൽ മാത്രമാണോ? തെരുവുകളിൽ മാത്രമാണോ? ഒരിക്കലുമല്ല. മഹാനിയോഗം ആശുപത്രികളിൽ ആവശ്യമാണ്. അതിന്റെ അർത്ഥം ആശുപത്രിയിൽ കർത്താവിന്റെ മഹാനിയോഗം ചെയ്യുവാനായിട്ട് ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും മെഡിക്കൽ സ്റ്റാഫ്സിനെയും ആവശ്യമുണ്ട്. മഹാനിയോഗം കോർപ്പറേറ്റ് ലോകങ്ങളിൽ ആവശ്യമുണ്ട്. മഹാനിയോഗം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യമുണ്ട്. കോടതികളിൽ ആവശ്യമുണ്ട്. പ്രതിരോധം അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ആവശ്യമുണ്ട്. ഫാക്ടറികളിൽ ആവശ്യമുണ്ട്. ഈ മേഖലകളിലെല്ലാം മഹാനിയോഗം യേശു കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാനും അനേകരെ ശിഷ്യരാക്കുവാനും അതിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഭൗമിക തൊഴിലിനെ കുറിച്ച് ചില ബൈബിളിലെ പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൊഴിൽ ഏർപ്പെടുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നത്. ഞാനും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആര് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്ന ആ ജോലിയിൽ നിന്ന്. ഒന്ന്, ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് സന്തുഷ്ടനായി കാണണം. എൻ്റെ പ്രവൃത്തി എന്നെ വളരെ അതിശയിപ്പിക്കുകയും എന്നെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണണം. ഞാൻ രാവിലെ പോകുന്നു, പല മീറ്റിങ്ങിൽ ഏർപ്പെടുന്നു, ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എൻ്റെ പ്രവൃത്തിയെ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കുന്നു. ഒരു മഹാനിയോഗത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് യേശു കർത്താവിനെ ആയിരിക്കണം. 2, ഒരു വ്യക്തി ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം പണം അല്ലെങ്കിൽ ശമ്പളം, അതിൽ നിന്നൊരു റിവാർഡ് ആണ് പ്രതീക്ഷിക്കുന്നത്. പണം സമ്പാദിക്കുന്നത് തെറ്റല്ല, പണം ഉപയോഗിക്കുന്നത് തെറ്റല്ല. എന്നാൽ പണത്തെക്കാൾ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം നമ്മുടെ യേശു ക്രിസ്തുവായിട്ട് കാണണം. 3, ഒരു വ്യക്തി രാവിലെ 9 മുതൽ 6 വരെ അല്ലെങ്കിൽ ഏകദേശം 9 മണിക്കൂറോ 10 മണിക്കൂറോ ജോലിയിൽ ഏർപ്പെടുമ്പോൾ അനേകരായിട്ട് നല്ല വ്യക്തിബന്ധങ്ങളിൽ ഏർപ്പെടുന്നു, അവരായിട്ട് സമയം ചെലവഴിക്കുന്നു. ഒരു വ്യക്തി ഒരു ഓഫീസിലേക്ക് ഒരു തൊഴിൽ സ്ഥാപനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു കാര്യം എന്നെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന അനേകർ ആ തൊഴിൽ സ്ഥലത്തുണ്ട്. ആ ഒരു ബന്ധമാണ് അനേകരെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ അനേക സുഹൃത്തുക്കളെ ആ സ്ഥാപനത്തിലൂടെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഈ ബന്ധങ്ങളെക്കാൾ എല്ലാം ഏറ്റവും ഞാൻ ആസ്വദിക്കുന്ന ഒരു ബന്ധം യേശു കർത്താവ് ആവാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജോലി തരുന്ന ആ സന്തുഷ്ടതയേക്കാൾ ഉപരി യേശു കർത്താവായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് കിട്ടുന്ന പണത്തെക്കാൾ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം ക്രിസ്തുവായി കാണപ്പെടുക. നമ്മുടെ ജോലി സ്ഥലത്ത് പലരുമായി ബന്ധം പുലർത്താൻ ശ്രമിക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ബന്ധമാണ് ക്രിസ്തുവായിട്ടുള്ള ഒരു ബന്ധം എന്ന് നമ്മളെ കാണുവാനായിട്ട് സഹായിക്കട്ടെ. ദൈവവചനത്തിൽ ആ തൊഴിലിനെ പറ്റി പറയുന്ന ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്രമാത്രം ഒരു തൊഴിൽ പ്രധാനപ്പെട്ടതാണ്. ഒരു തൊഴിലിനോടുള്ള ബന്ധത്തിൽ വചനത്തിന്റെ വീക്ഷണം എന്താണ്? ഒന്നാമതായിട്ട് കൊലോസിയർ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ദാസന്മാരെ, ഞങ്ങളുടെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. അവരെങ്ങനെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? ഒരിക്കലും ഒരു ദൃഷ്ടി സേവയാലല്ല, ഹൃദയത്തിന്റെ പരമാർത്ഥയോടെ ആത്മാർത്ഥയോടെ അവരെ നിങ്ങൾ സേവിക്കുകയും. ആരാണ് നമുക്ക് പ്രതിഫലം തരുന്നത്? പ്രതിഫലം തരുന്നത് അവസാനം കർത്താവാണ് പ്രതിഫലം തരുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇതിൽ നിന്ന്. ഒന്ന്, ഞാനൊരു ജോലി സ്ഥലത്ത് വേല ചെയ്യുവാണെങ്കിൽ അവിടെ എൻ്റെ ഏറ്റവും വലിയ മാനേജർ ആരായിരിക്കണം? ഈ വാക്യം അനുസരിച്ച് നമ്മുടെ മാനേജർ എന്ന് പറയുന്നത് കർത്താവാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഒരു ദൃഷ്ടി സേവയായിട്ട് പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ എന്നെ നോക്കുന്നത്, ഞാൻ ആരുടെ മുമ്പിൽ കണക്ക് കൊടുക്കണം, അത് എൻ്റെ യേശു കർത്താവായിരിക്കും എൻ്റെ മാനേജർ. 2, ഓരോ കമ്പനികളിലാണെങ്കിൽ വർഷത്തിന്റെ അവസാനം ഒരു പെർഫോമൻസ്
ഇവാലുവേഷൻ വരും. നമ്മുടെ ജോലി ചെയ്യുന്നത് ഒരു കണക്കെടുക്കുന്ന ഒരു ദിവസം വരും. എന്തെല്ലാമായിരിക്കും നിങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞത്, എന്തെല്ലാം നിങ്ങൾ ചെയ്തു എന്നുള്ളൊരു കണക്കെടുപ്പിന്റെ ഒരു ദിവസം വരും. ആ പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യുന്നത് ഇവിടെ യേശു കർത്താവാണ്. എന്നിട്ട് പ്രതിഫലം തരുന്നത് യേശു കർത്താവാണ്. ഏത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ജോലി വിലയിരുത്തുന്നത്? അത് പുറമേ ചെയ്യുന്ന കാര്യങ്ങളല്ല, ഹൃദയ പരമാർത്ഥയോടെ നമ്മുടെ ഹൃദയത്തെ, അല്ലെങ്കിൽ 100% ഒരു പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ഈ ജഡപ്രകാരമുള്ള യജമാന്മാരെ സേവിക്കുക. അതാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു വേറൊരു വാക്യം, കർത്താവിനെന്ന പോലെ ചെയ്യുക. അതായത് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ അധികാരം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവകാശങ്ങളും ഉള്ളത് യേശു കർത്താവാണ്. ദൈവത്തിന്റെ മഹത്വത്തിനായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. വേറൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ദൈവത്തിന്റെ ഉടമസ്ഥയിലുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ട്. കൊലോസ്യ ലേഖനം അതിനെ 3:17 വായിക്കുന്നത്, നീ എന്ത് ചെയ്താലും പ്രവർത്തിച്ചാലും കർത്താവിന്റെ നാമത്തിൽ ചെയ്യുക, അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ എന്ത് ചെയ്താലും യേശു കർത്താവിന്റെ നാമത്തിൽ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 10:31 പറയുന്നത്, ആകയാൽ നിങ്ങൾ എന്ത് കുടിച്ചാലും തിന്നാലും നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. സദൃശവാക്യം 3-ാം അധ്യായത്തിൽ പറയുന്നത്, എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. റോമാലേഖത്തിന്റെ 14-ാം അധ്യായത്തില് അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് പറയുന്നത്, ചില ദിവസം ആചരിക്കുന്നവരുണ്ട്, അത് കർത്താവിന് വേണ്ടി അവർ ചെയ്യുന്നു. തിന്നുന്നവൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നവൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നു, ജീവിക്കുന്നവൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നു, മരിക്കുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നു. ഈ വാക്യങ്ങളെല്ലാം പറയുന്ന ഒരു അടിസ്ഥാന സന്ദേശമുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെതാ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ചില സമയം, ചില ഭാഗങ്ങൾ, ദൈവത്തിന്റെ ചില ഏരിയകൾ നമുക്കുള്ളതാണ്, ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെതാണ്. എന്നാൽ ഈ വാക്യങ്ങൾ പറയുന്നത്, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെതാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം ദൈവത്തിന്റെ മുമ്പിൽ അവന്റെ കൃപയിൽ ആശ്രയിച്ച് അവന്റെ ഇഷ്ടത്താൽ നയിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അനേക ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, അവൻ ഒരു കൂടാര പണി ചെയ്തൊരു വ്യക്തിയാണ്. റോമാലേഖത്തിന്റെ അവസാനത്തിൽ എഴുതുമ്പോൾ പലരെ പറ്റിയും പറയുന്നുണ്ട്. ഒരു പേരിതാണ് എരസ്തോസ്. അവൻ ഒരു നഗരത്തിന്റെ ട്രഷറർ ആയിരുന്നു. ദാനിയേലിനെ പറ്റി വായിക്കുന്നു, യോസഫിനെ പറ്റി വായിക്കുന്നു. അവരെല്ലാവരും തന്റെ തൊഴിലിനോടുകൂടെ കർത്താവിനെ സേവിച്ചവരാണ്. മനുഷ്യന്റെ പാപത്തിന് മുമ്പ്, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പ് അവന് ദൈവം ഒരു ദൗത്യം നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2:15 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിലെ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവനെ ആക്കി. അവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ഒരു ദൗത്യം, അല്ലെങ്കിൽ ദൈവം അവനെ ഏൽപ്പിച്ചത് വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമാണ്. വീഴ്ചയ്ക്ക് ശേഷം നമുക്കറിയാം, ദൈവം അവനോട് പറഞ്ഞ കാര്യം, അവന്റെ നെറ്റിയിലെ വേർപ്പോടെ അവൻ ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ്. മറ്റു ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ, ജോലിയെ പറ്റി അല്ലെങ്കിൽ തൊഴിലിനെ പറ്റി അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. 2 തെസ്സലോനിക്കർ 3:10-12 വരെ പറയുന്നത്, ആരെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കരുത് എന്ന് വളരെ കർശനമായിട്ട് അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് പറയുന്നു. അവിടെ ആ സഭയിലുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, ചിലര് സ്വന്തം ജോലി ചെയ്യാതെ മറ്റുള്ളവരുടെ പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അവരോട് പറയുന്നത്, അവര് നിശബ്ദരായി ജോലി ചെയ്യുവാനും അവർ സ്വന്തം ഭക്ഷണം കഴിപ്പാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും പൗലോസ് അവരോട് ആജ്ഞാപിക്കുന്നു. എഫേസ്യ ലേഖനം 4:28 പറയുന്ന ഒരു കാര്യം, ഒരു മോഷ്ടാവ് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്യണം? അവൻ മോഷ്ടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ അവൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അവൻ തൊഴിൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്.
തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനത്തിന്റെ 5 വാക്യത്തിൽ പറയുന്നത്, ഒരു വ്യക്തി സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് ഒരു അവിശ്വാസിയേക്കാൾ അധമനായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. തൊഴിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ഒന്ന്, സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരെ ആശ്രയിക്കരുതെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവ് യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുക. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മറ്റുള്ളവരെ പോറ്റുന്നതിനും തൊഴിൽ വളരെ നമ്മൾ സഹായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തില് അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് എഫേസ്യയിലെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഒരു മൂപ്പനെ സംബന്ധിച്ച് അവന്റെ ജോലി വളരെ ഒരു ഹാർഡ് വർക്ക് ആണെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എന്തെല്ലാം ചെയ്യണം? വചനം പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുക. പല കാര്യങ്ങളിൽ ഒരു മൂപ്പന് കഠിന അധ്വാനമുണ്ട്. എന്നാൽ എഫേസ്യയിലെ മൂപ്പന്മാർക്ക് എഴുതുമ്പോൾ അവരോട് പറയുന്നത്, അവരുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് ഒരു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് തന്റെ ഉദാഹരണം കാണിക്കുന്നു. എന്നോടൊപ്പമുള്ളവരുടെ ആവശ്യങ്ങൾക്കായി എന്റെ ഈ കൈകൾ തന്നെ പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ആ സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് പറഞ്ഞൊരു വാക്യം: വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നുള്ളൊരു കാര്യം. തൊഴിൽ സ്ഥലത്ത് വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ക്രിസ്തീയ തത്വങ്ങളും മൂല്യങ്ങളും സുവിശേഷം പങ്കുവെക്കുന്നതിനായി ഒരു നല്ലൊരു ബന്ധം പുലർത്തുവാനും തൊഴിൽ ഒരു മികച്ച അവസരമാണ്. ഇന്നത്തെ ലോകത്തിൽ അനേകർക്ക് അവരുടെ ചിന്തകൾ, അവരുടെ മൂല്യങ്ങൾ, അവരുടെ തത്വങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു മീഡിയ, ആ മീഡിയയിലൂടെ സത്യസന്ധമായിട്ട് വാർത്തകൾ പുറപ്പെടുവിക്കാനായിട്ട് ഒരു വിശ്വാസിയുടെ പങ്ക് വളരെ ആവശ്യമാണ്. ഒരു കോടതിയിൽ ഒരു നിയമം വളരെ ഒരു വചന അടിസ്ഥാനമായിട്ട് ആ തത്വങ്ങൾ ഉപയോഗിച്ച് ആർഗ്യൂ ചെയ്യാന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ആ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഒരു ക്രിസ്തീയ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകുകയാണെങ്കിൽ ആ ക്രിസ്തീയ തത്വങ്ങളും മൂല്യങ്ങളും അനേകർ അറിയുന്നതിനും അതിലൂടെ സുവിശേഷം മറ്റുള്ളവരെ പങ്കുവെക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു നല്ല വ്യക്തിബന്ധം പുലർത്തുവാനും തൊഴിൽ ഒരു മികച്ച അവസരമാണ്. വേറൊരു ചോദ്യം, നമ്മൾ തൊഴിലായിരിക്കുമ്പോൾ നമുക്ക് പല കരിയർ ആംബിഷൻസ് ഉണ്ട്. ഒരു വ്യക്തി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ ഇന്നൊരു വ്യക്തിയായി തീരണം, അല്ലെങ്കിൽ ഞാനൊരു 10 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു നിലയിൽ എത്തിച്ചേരണം. പലർക്കും അനേക കരിയർ അഭിലാഷങ്ങളുണ്ട്. ഈ ജീവിതാഭിലാഷങ്ങളൊന്നും തെറ്റല്ല, പക്ഷേ അതെങ്ങനെയാണ് അതിനെ യഥാർത്ഥമായിട്ട് ഡയറക്റ്റ് ചെയ്യുക? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കർത്താവിലേക്ക് സമർപ്പിക്കുക, ദൈവം നമ്മെ നയിക്കുവാൻ അനുവദിക്കുക. അതൊരു മെഡിക്കൽ ഡോക്ടറാകാം, കർഷകനാകാം, ഒരു എഞ്ചിനീയർ ആകാം, ഒരു അധ്യാപകനാകാം, ഒരു അക്കൗണ്ടന്റ് ആകാം, ഒരു പത്രപ്രവർത്തകനാകാം. ഈ വിവിധ നിലകളിൽ കർത്താവ് നമ്മളെ ആ ഒരു കർത്താവിന്റെ സമയത്ത് നല്ലൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ നയിക്കുവാനായിട്ട് അനുവദിക്കുക. ബൈബിളിലെ ചില ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ യോസെഫ് പറയുന്ന ഒരു കാര്യമാണ്. അവസാനം തന്റെ സഹോദരന്മാർ അവന്റെ അടുത്തേക്ക് വരുമ്പോൾ യോസഫ് തന്റെ കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ ഈ ഒരു വാക്യമാണ് തന്റെ സഹോദരന്മാരോട് പറയുന്നത്: നിങ്ങൾ എന്നെ വിറ്റതിൽ നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥരാകരുത്, കോപിക്കരുത്. കാരണം ദൈവമാണ് എനിക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഞാനൊരു പ്രധാനമന്ത്രി ആകുവാനായിട്ട് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആരെല്ലാം തടസ്സം ചെയ്താലും അത് നടക്കില്ല. കാരണം ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, തന്റെ മക്കളെ, ഇസ്രായേൽ മക്കളെ രക്ഷിക്കുക. അതിനുവേണ്ടി യോസഫിനെ മുമ്പോട്ട് അല്ലെങ്കിൽ വളരെ നേരത്തെ അയച്ചു. ആ വാക്യം തന്നെ പല പ്രാവശ്യവും
ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്, നിങ്ങളെ സംരക്ഷിക്കുവാൻ ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ അയച്ചു. ദൈവം എന്നെ ഫറവോന്റെ ഉപദേഷ്ടാവായും അവന്റെ സകല ഗ്രഹത്തിനും യജമാനനും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, വേഗം ചെന്ന് എന്റെ അപ്പന്റെ അടുത്ത് പറയുക, നിന്റെ മകൻ ജോസഫ് ജീവിച്ചിരിക്കുന്നു, ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മുഴുവനും ഈജിപ്തിന്റെ ഒരു അധിപനാക്കിയിരിക്കുന്നു. ദൈവമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്നുള്ള കാര്യമാണ് യോസഫ് പറയുന്നത്. എസ്തേറിന്റെ ജീവിതത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ മൊർദെഖായി പറയുന്ന ഒരു കാര്യമാണ്, നിന്നെ ഈ ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ് അവളെ ആ ഒരു രാജ്ഞിയായിട്ട് വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് എന്നുള്ളൊരു കാര്യമാണ് മൊർദെഖായി അവിടെ പറയുന്നത്. ഒരു നല്ല തൊഴിലൂടെ നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും സേവിക്കുവാനായിട്ട് നമുക്ക് സഹായിക്കുന്നു, അത് ഏത് രീതിയിലാണെങ്കിലും. വേറൊരു തൊഴിലിന്റെ കൊണ്ട് കർത്താവിനെ നമുക്ക് സേവിക്കാനായിട്ട് പറ്റുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, നമ്മുടെ ഒരു ദൗത്യം, ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനായിട്ട് മുൻകൂട്ടി നമ്മെ നിശ്ചയിച്ചിട്ടുണ്ട്. റോമാലേഖത്തിന്റെ 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. യേശു കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാനായിട്ട് നമ്മളിൽ തൊഴിലിൽ വളരെ ഓപ്പർച്യൂണിറ്റിയിൽ വളരെ സാഹചര്യങ്ങൾ നമ്മുടെ തൊഴിലുണ്ട്. ഏതൊരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു വലിയൊരു കമ്പനികളാണെങ്കിൽ പല ഇന്റേണൽ പൊളിറ്റിക്സ് വരും. അതിൻ്റെ ഉള്ളിൽ തന്നെ പല പല പൊളിറ്റിക്സുകൾ വരും. ചില ആളുകൾ നമ്മളെ താഴ്ത്തിക്കെട്ടും, ചിലരൊരു ഗ്രൂപ്പിസം ഉണ്ടാവും, ചിലർ നമ്മളെ വെറുക്കുന്നവരുണ്ടാവും, പല പ്രലോഭനങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇതെല്ലാം നമുക്ക് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവം മറ്റുള്ളവരോട് കാണിക്കുവാനായിട്ട് വളരെ നല്ലൊരു അവസരമാണ്. നമ്മളെ വെറുക്കുന്നവരെ സ്നേഹിക്കുക, സഹിഷ്ണുത കാണിക്കുക, നമ്മുടെ ആത്മീയ ശിക്ഷണങ്ങൾ വളർത്തിയെടുക്കുക. ക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ നമ്മൾ വളരുന്നത് മറ്റുള്ളവർ നമ്മളെ പറ്റി നിരീക്ഷിക്കുന്നു. അത് വളരെ ശക്തമായിട്ടുള്ള സാക്ഷ്യമാണ് അവർക്ക് മുമ്പാകെ. ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ വളരെ ജോലിയുടെ പ്രഷറുകൾ വരാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ താഴ്ത്തി കേട്ടാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോഷൻ എഗൻസ്റ്റ് ആയിട്ട് പലരും അതിന് ഇടയിൽ പ്രവർത്തിക്കാം. ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ പ്രതികരിക്കുന്നത്, നമ്മൾ എങ്ങനെ മറ്റുള്ളവർ ഇടപെടുന്നത്, അത് ദൈവത്തിന്റെ സ്വരൂപത്തോട് നമ്മൾക്ക് കൂടുതൽ അനുരൂപപ്പെടുവാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു വ്യക്തിയുടെ ഒരു പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ദൈവവും അവന്റെ രാജ്യവും ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കുറച്ചു വർഷം ജോലി ചെയ്തതിന് ശേഷം ഇടയ്ക്ക് നമ്മുടെ ജോലിയെ പറ്റി ഒന്ന് വിലയിരുത്തുന്നത് വളരെ ആവശ്യമാണ്. ഒരു 5, 7, 8 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജോലിയെ എങ്ങനെ വിലയിരുത്താം? ചില ചോദ്യങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അതായത്, ഈ ലോകത്തിൽ നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള ഒരു സമയമേ ഉള്ളൂ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്കും നമ്മൾ ജോലിയിലാണ് ഏർപ്പെടുന്നതെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെ അത് നമ്മളെ ബാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ചോദിക്കുന്നത് നല്ലതാണ്. ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ ഈ ജോലിയിലായിരിക്കുന്നത് ദൈവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഹിതമാണോ, ദൈവത്തിന്റെ ഹിതമാണോ? നമുക്ക് ചോദ്യം ചോദിക്കാം. വേറൊരു ചോദ്യം, ബൈബിൾ പറഞ്ഞിരിക്കുന്ന പല മുൻഗണനകളും ഉണ്ട്, അത് ത്യജിക്കാതെ എനിക്ക് എങ്ങനെ എൻ്റെ കരിയറിൽ വളരുവാനായിട്ട് സാധിക്കും? എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മാനേജർ, കുറച്ച് കഴിയുമ്പോൾ സീനിയർ മാനേജർ, എനിക്ക് അങ്ങനെ വളരണമെന്നും ആഗ്രഹമുണ്ട്. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു മുൻഗണനകൾ ത്യജിക്കാതെ ഈ ജോലിയിൽ എനിക്ക് അതിന് മുന്നേറുവാനായിട്ട് സാധിക്കുമോ? വേറൊരു ചോദ്യം, എന്നെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മഹാദൈവത്തിന്റെ ഭാഗമായി വളരുക. എനിക്ക് എങ്ങനെ ആളുകളെ സ്വാധീനിക്കുവാനും ക്രിസ്തുവിലേക്ക് നയിക്കുവാനും എനിക്ക് കഴിയുന്നുണ്ടോ? എന്റെ വീട്ടിൽ എനിക്ക് അനേക ഉത്തരവാദിത്വങ്ങളുണ്ട്. ഞാനൊരു പിതാവാകാം, അല്ലെങ്കിൽ ഒരു മാതാവാകാം, അല്ലെങ്കിൽ എനിക്ക് പല ഉത്തരവാദിത്തങ്ങൾ എനിക്ക് വീട്ടിലുണ്ട്. എന്റെ ജോലി എല്ലാം ചെയ്തതിന് വന്നതിന് ശേഷം എനിക്ക് എന്റെ കുടുംബജീവിതം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എനിക്ക് എന്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ സമയം ചെലവഴിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടത്ര സമയം കിട്ടുന്നുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. എന്റെ ജോലി എന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ?
ഞാനൊരു ജോലി തിരഞ്ഞെടുക്കുന്നത് അതിൽ പല കാര്യങ്ങളുണ്ടാകാം. അതിലൊരു കാര്യം എന്ന് പറയുന്നത് എത്രമാത്രം പണം എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിന് ഞാൻ എന്ത് വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്? അതാണോ എൻ്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു ജോലി തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വളരെ പ്രശ്നമായിരിക്കും. പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു കാര്യം, പണത്തോടുള്ള സ്നേഹം ഒരു വലിയൊരു കെണിയാണ്, ഒരു ട്രാപ്പാണ്. അതിൽ നിന്ന് പുറത്തു വരിക വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. വേറൊരു ചോദ്യം ചോദിക്കാവുന്നത്, ഇന്നത്തെ സാഹചര്യങ്ങൾ അനേക സ്വയം തൊഴിൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. എൻ്റെ കഴിവും എൻ്റെ സ്കില്ലും ഉപയോഗിച്ച് എനിക്കൊരു കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു സ്വയം തൊഴിൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്ക് നമ്മളോട് തന്നെ ചോദിക്കുകയും നമ്മുടെ ജോലിയെ വിലയിരുത്തുകയും ചെയ്യുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട്, നമ്മുടെ ജോലിയിലൂടെ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന ദൗത്യം എങ്ങനെ നിർവഹിക്കാം എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെ. അതിന്റെ ചുരുക്കം എങ്ങനെയാണ് പറയുന്നത്? ദാസന്മാരോട് പറയാണ്, നിങ്ങളുടെ ജഡപ്രകാരമുള്ള യജമാന്മാരെ വളരെ ഭയത്തോടും വിറയലോടും കൂടെ സേവിപ്പിൻ എന്നാണ് പറയുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം, ക്രിസ്തുവിനെന്ന പോലെ, ക്രിസ്തുവിന് എന്ന പോലെ അവരെ സേവിക്കുക എന്നുള്ളതാണ്. അവരെ സേവിക്കുമ്പോൾ അവസാനം പ്രതിഫലം കിട്ടുന്നത് യേശു കർത്താവിന്റെ കയ്യിൽ നിന്നാണ്. സോ ജഡപ്രകാരമുള്ള യജമാന്മാരെ സേവിക്കുമ്പോൾ ക്രിസ്തുവിനെന്ന പോലെ അവരെ സേവിക്കുക. അതിന്റെ അവസാനം നമുക്ക് പ്രതിഫലം കിട്ടുന്നത്, ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും അവസാനത്തെ പ്രതിഫലം കിട്ടുന്നത് യേശു കർത്താവിൽ നിന്നായിരിക്കും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 22 മുതൽ 25 വരെ നമ്മൾ വായിച്ചതാണ്. അതും പറയുന്ന ഒരു കാര്യം, നമ്മൾ കർത്താവിനെന്ന പോലെ നമ്മൾ പ്രവർത്തിക്കുക. അവസാനം നമുക്ക് പ്രതിഫലം കിട്ടാനായിട്ട് പോകുന്നത് യേശു കർത്താവിന്റെ കയ്യിൽ നിന്നായിരിക്കും. വേറൊരു പ്രശ്നം പലരും നേരിടുന്നത്, നമ്മൾ വളരെ സമയം നമ്മുടെ ജോലി കാര്യങ്ങളിൽ, ഓഫീസ് കാര്യങ്ങളിൽ ചെലവഴിക്കുന്നു. അതിന്റെ പ്രശ്നം എന്താണ്? വളരെ മണിക്കൂറുകൾ ചെലവിട്ടതിന് ശേഷവും നമുക്ക് ജോലി തീർക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ജോലി ഭാരം കൂടുന്നു, ബാക്ക്ലോഗ്സ് കൂടുന്നു, നമുക്ക് നമ്മുടെ മാനേജറിന്റെ പ്രതീക്ഷ നിർവഹിക്കാനായിട്ട് സാധിക്കുന്നില്ല, വീട്ടിൽ താമസിച്ചു വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല, നമ്മുടെ കരിയറിനെ ബാധിക്കുന്നു, കുടുംബജീവിതത്തെ ബാധിക്കുന്നു, ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നു, കുട്ടികളുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുന്നു. എങ്ങനെ നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കും? ഒരു കാര്യം, നമ്മുടെ കാര്യക്ഷമത, നമ്മുടെ എഫിഷ്യൻസി എങ്ങനെ വർദ്ധിക്കാം എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, കാര്യക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ നല്ല ക്വാളിറ്റിയോടുകൂടെ ചെയ്തു തീർക്കുക. അതിന് നമ്മളെ എങ്ങനെ സഹായിക്കാം? ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവർക്ക് ജന്മന വളരെ നല്ല കഴിവുകളുള്ള ആൾക്കാരാണ്. അത് കാലക്രമേണ അവരത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ചിലർക്ക് വേറെ കുറച്ച് കഴിവുകളായിരിക്കാം. ഒരു വിശ്വാസിയായിട്ടുള്ള നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയുന്ന ഒരു കാര്യം, ദൈവമാണ് എല്ലാ വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും കഴിവുകളുടെയും ശ്രോതാവ്, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ്. വചനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകത്തിൽ കൂടാരം പണിയുന്നതിന് വേണ്ടി ദൈവം ചിലർക്ക് വളരെ നല്ല സ്കിൽസ് കൊടുത്തു. ബെസലേൽ അല്ലെങ്കിൽ ഒഹോലിയാബ് എന്നിവർക്ക് ദൈവം വളരെ നല്ല സ്കിൽസ് കൊടുത്തു. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ആർക്കേലും പരിജ്ഞാനം കുറവാണെങ്കിൽ അല്ലെങ്കിൽ വിവേകം കുറവാണെങ്കിൽ ദൈവത്തോട് ചോദിക്കുക. ദൈവം വളരെ ജനറസ് ആയിട്ട്, വളരെ ധാരാളമായിട്ട് ചോദിക്കുന്നവർക്ക് ദൈവത്തിന്റെ ജ്ഞാനം, പരിജ്ഞാനം കൊടുക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. സദൃശവാക്യത്തിൽ പല വാക്യത്തിലും പറയുന്നുണ്ട്, ദൈവം ആണ് പരിജ്ഞാനത്തിന്റെയും എല്ലാം ഉറവിടം. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം.
നമുക്ക് എഫിഷ്യൻസി കുറവാണെങ്കിൽ, കാര്യക്ഷമത കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സ്വയം നമ്മൾ ദൈവത്തോട് പറയുക, എന്നിട്ട് കർത്താവിൽ ആശ്രയിച്ച് ഇന്നത്തെ മേഖലകളിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടുവാനായിട്ട് നമ്മളെ സഹായിക്കും. വേറൊരു പ്രശ്നം പലർക്കും ഉള്ളത് വർക്ക് ലൈഫ് ബാലൻസ്. അതായത് പല ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്, പക്ഷെ എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് തൊഴിലുള്ളവര് എങ്ങനെയാണ് നമ്മുടെ സമയം ചെലവഴിക്കുന്നത്? ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, ചിലർ വളരെ താമസിച്ചു വരുന്നു. ഒരു ഓഫീസ് 9 മണിക്കാണെങ്കിൽ ചിലർ വരുന്നത് 10-10:30 വരുന്നു. വന്നതിന് ശേഷം അവർ പലരായിട്ട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. പല ഡിസ്കഷൻസും അത്ര ഒരു പ്രയോജനമില്ലാത്തൊരു ഡിസ്കഷൻസ് ആയിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നു, പല മീറ്റിംഗിൽ ഏർപ്പെടുന്നു. അവസാനം വളരെ താമസിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു, വീട്ടിലേക്ക് വളരെ താമസിച്ചു പോകുന്നു. അവർക്ക് തന്നെ അറിയില്ല എന്തിനെല്ലാം എങ്ങനെയെല്ലാം സമയം ചെലവഴിച്ചു എന്നുള്ള കാര്യം. വൈകുന്നേരമായി കഴിയുമ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടില്ല, എന്നാൽ ആ ദിവസം അവിടെ അവസാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ടൈം മാനേജ്മെന്റ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമയം ചെലവഴിക്കണം എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് സമയം കിട്ടില്ല. എന്നാൽ നമ്മൾ അറിയണം ഈ ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അതിനുശേഷം പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അതിനുശേഷം പ്രധാനപ്പെട്ട കാര്യം എന്താണ്. ഈ കാര്യത്തിലായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. വേറൊരു കാര്യം, ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡുകളിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ കലണ്ടേഴ്സ്, നമ്മുടെ സമയം മാനേജ് ചെയ്യാനായിട്ട്. ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലണ്ടറിലെ ചില സമയങ്ങളെല്ലാം നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. അതായത് മറ്റുള്ളവർ നമ്മളെ മറ്റ് മീറ്റിങ്ങിനായിട്ടോ ഡിസ്കഷൻസ് ആയിട്ടോ നമ്മളെ നിർബന്ധിക്കാനായിട്ട് അതിനെ അനുവദിക്കുന്നില്ല. ഈ സമയം നമുക്ക് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നതിനോ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലെ ഒരു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു തീർക്കുന്നതിനോ നമുക്ക് തീർക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവാനായിട്ടും അത് വളരെ നമ്മളെ സഹായിക്കും. ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ മേഖലകളെയും അത് നമ്മളെ ബാധിക്കുന്നതാണ്. നമുക്ക് ശരിയായിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, നമ്മുടെ ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യുന്നു, നമുക്ക് നല്ലൊരു ഫാമിലി ടൈം ഉണ്ടാകുകയില്ല, കിടക്കാനായിട്ട് താമസിച്ചു പോകുന്നു, രാവിലെ എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുന്നു, നമ്മുടെ പല ആത്മീയ കാര്യങ്ങൾക്കും നമുക്ക് സമയം കിട്ടാതെ പോകുന്നു. തൊഴിലിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു നല്ല കാര്യമാണ് നമ്മുടെ ക്രിസ്ത്യൻ വാല്യൂസ്, അല്ലെങ്കിൽ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിന്റെ വെളിച്ചം, ഉപ്പ്, അത് ആ ക്രിസ്ത്യൻ വാല്യൂസ് നമുക്ക് എങ്ങനെ പ്രദർശിപ്പിക്കാം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല രീതിയിൽ നമുക്കത് പ്രദർശിപ്പിക്കാം. ഒന്ന്, നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിനെ നമ്മൾ ബഹുമാനിക്കുക. അത് ഒരു ദൃഷ്ടി സേവയാൽ മാത്രമല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളിലും അവരെ ബഹുമാനിക്കുക. മാനേജേഴ്സിനെ മാത്രമല്ല, ഒരു ഓഫീസിലാണെങ്കിൽ മറ്റനേക ജൂനിയർ സ്റ്റാഫ്സ് ഉണ്ടാവും, അവരെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഒരു തൊഴിൽ സ്ഥാപനത്തിലാണെങ്കിൽ അനേക സംസാരങ്ങൾ, അനേക ഡിസ്കഷൻസ്, പലതും പ്രയോജനപ്പെട്ട കാര്യങ്ങളായിരിക്കില്ല, ചിലതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇതിലൊന്നും ഏർപ്പെടാതിരിക്കുക. നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവർ അറിയേണ്ടത്, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മളത് മറ്റുള്ളവരെ കാണുവാനായിട്ട് സാധിക്കട്ടെ. പലപ്പോഴും സത്യത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. അതും നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മളൊരു കർത്താവിന് വേണ്ടി ഒരു നിലപാടോ ഒരു തീരുമാനങ്ങളോ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളും നിലപാടുകളും അറിയിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ കാരണം നമ്മൾ വളരെ താഴ്മയോടുകൂടെ മറ്റുള്ളവരോട് പറയുന്നതല്ലായിരിക്കും. ഈ കാരണങ്ങളാൽ എനിക്ക് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു ചില കാരണങ്ങൾ കൊണ്ട്, എൻ്റെ വിശ്വാസം കൊണ്ട്, എൻ്റെ കൺവിക്ഷൻ കൊണ്ട് എനിക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് വളരെ താഴ്മയോടെ പറയുകയാണെങ്കിൽ മറ്റു പലരും അതിനെ ബഹുമാനിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ചില ജീവിത ശൈലികളെല്ലാം അനേകരും നമ്മളെ പറ്റി കാണുന്നുണ്ടാവും ഒരു ജോലി സ്ഥലത്ത്. ഉദാഹരണത്തിന്, നമ്മൾ ജോലി ചെയ്യുന്നതിന് മുമ്പ്
പ്രാർത്ഥിക്കുക. അത് മറ്റുള്ളവർ കാണും. വളരെ നിശബ്ദമായി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. മറ്റുള്ളവരെ പരിപാലിക്കുക. പല കുടുംബത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരോട് പറയുക. നമ്മുടെ വസ്ത്രം പലപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ്. കൃത്യനിഷ്ഠ പലരും വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ജോലിയുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഇതെല്ലാം മറ്റുള്ളവരെ നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതെല്ലാം ഇതിലൂടെ അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റുള്ളവരെ സേവിക്കുവാനും സഹായിക്കുവാനായിട്ടുള്ള അവസരങ്ങളായിട്ട് നമുക്ക് നമ്മുടെ തൊഴിൽ ഉപയോഗിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷ അധ്യായത്തിൽ പറയുന്നത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവരുടെ മുമ്പില് ദൈവത്തെ മഹത്വപ്പെടുവാനായിട്ട് ഇടയാക്കി തീർക്കട്ടെ. തീത്തോസ് 3:8 പറയുന്നത്, സകല സൽപ്രവർത്തികളിലും ഏർപ്പെടുവാൻ തയ്യാറാകുക എന്നുള്ളതാണ്. എഫേസ്യർ 4:29 പറയുന്നത്, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ആത്മീയ വർധനയ്ക്കുള്ള അല്ലെങ്കിൽ പ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാനായിട്ട് പറ്റുള്ളൂ. ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. യോസേഫ് അവൻ കാരാഗൃഹത്തിൽ കടന്നപ്പോൾ അവൻ തന്റെ കൂടെ ഉണ്ടായവരോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഇന്ന് ഇത്ര ദുഃഖിതമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് അവർ തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യോസഫിനോട് പറയുന്നത്. അവിടെയും യോസഫ് ഒരു കാരാഗൃഹത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുവെക്കുന്നു, അവരുടെ ദുഃഖങ്ങൾ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മൊർദെഖായിയുടെ ജീവിതം നമുക്കറിയാം. രാജാവിനെ കൊല്ലുവാനായിട്ട് 2 ഷണ്ഡന്മാർ ശ്രമിച്ചപ്പോൾ മൊർദെഖായി അതെങ്ങനെ തടഞ്ഞു, അല്ലെങ്കിൽ അതെങ്ങനെ രാജാവിനെ സംരക്ഷിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ദാനിയേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന്റെ ജോലി കാര്യങ്ങളിൽ മാത്രമല്ല, അവൻ തന്റെ രാജാവിന്, തന്റെ മാനേജറിന് ഒരു വിലയേറിയ ഉപദേശങ്ങൾ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു. യോസഫിന്റെ ജീവിതത്തിൽ ഫറവോന് അവൻ വളരെ നല്ല വിലയേറിയ ഉപദേശങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നു. സോ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ കർത്താവിന്റെ ഒരു നല്ല ശിഷ്യനായി ആ ഒരു കാര്യം മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുവാനായിട്ട് വളരെ അവസരമുള്ള ഒരു മേഖലയാണ് തൊഴിൽ. വേറൊരു കാര്യം, നമ്മൾ കർത്താവിനോട് നിലനിൽക്കുമ്പോൾ ചിലരെല്ലാം നമ്മെ പറ്റി പറയും, ഇവനൊരു വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ വളരെ പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ്. യോസഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യോസഫിന്റെ യജമാനൻ അവനെ പറ്റി മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവനൊരു സാധാരണ വ്യക്തിയല്ല, ദൈവം അവനോട് കൂടെയുണ്ട്, യഹോവ അവനോട് കൂടെയുണ്ട്, അവൻ ചെയ്യുന്ന എല്ലാം വളരെ വിജയിക്കുന്നു എന്ന് യോസഫിന്റെ യജമാനൻ മനസ്സിലായി. നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെ പറ്റി പറയുന്നത് ഇതാണ്, ദാനിയേലിന്റെ ദൈവം ദേവാദിദേവവും രാജാതിരാജവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ആ രാജാവിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, മറ്റുള്ളവരെ പോലെയല്ല ദാനിയേല് തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവന്റെ കൂടെ ദൈവമുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നത്, ഡാരിയസ് പറയുന്ന ഒരു കാര്യം, ദാനിയേലിന്റെ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പമുള്ള ഒരു വ്യക്തിയാണ് യേശു കർത്താവ് എന്ന് മറ്റുള്ളവർ അറിയട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും കാരണം ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഒരുപക്ഷെ നല്ല ജോലിയിൽ നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു, സമയത്തിന് വരുന്നു, വളരെ വിശ്വസ്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു. ഇതിനെല്ലാം കാരണം നമ്മുടെ ഒരു നല്ല ഗുണം കൊണ്ടല്ല, പക്ഷേ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്ന് മറ്റുള്ളവർ അറിയുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മേഖലയാണ് തൊഴിൽ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുകയാണ്. നമുക്കൊരു പ്രൊമോഷൻ കിട്ടും, നമുക്കൊരു അവാർഡ് കിട്ടും, ഒരു സ്ഥാനക്കയറ്റം കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് നമ്മളെ ഏൽപ്പിക്കും. നമ്മുടെ ഒരു ടെൻഡൻസി, പലപ്പോഴും നമ്മുടെ ഒരു പ്രവണത എന്ന് പറയുന്നത്, നമ്മൾക്ക് തന്നെ ഒരു ക്രെഡിറ്റ് എടുക്കുവാനായിട്ട് അതിനുള്ളൊരു ആഗ്രഹം. എന്നാൽ ദൈവം നമുക്ക് നല്ല സ്ഥാനങ്ങൾ, ദൈവം നമുക്ക് നല്ല റെക്കഗ്നീഷൻ, ദൈവം നമുക്ക് നല്ല സ്ഥാനക്കയറ്റങ്ങൾ തരുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അത് ഉപയോഗിക്കട്ടെ. ജോസഫ് പറയുന്ന ഒരു കാര്യമാണ്, തന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറയുന്നതാണ്, ഇത് എന്റെ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമല്ല, പക്ഷെ ദൈവം ഫറവോന് ഇത് വെളിപ്പെടുത്തി തരുന്നു.
അത് തന്നെയാണ് ദാനിയേലും പറയുന്നത്. എന്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ദൈവം മറ്റുള്ളവർക്ക് ആർക്കും വെളിപ്പെടുത്താത്ത ഒരു കാര്യം, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് രാജാവിനെ വെളിപ്പെടുത്തി തരുന്നു. എന്നെ പ്രാപ്തനാക്കുന്നത് ദൈവമാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. സോ നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു അവസരമാണ് തൊഴിൽ രംഗം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ അവരോട് വ്യക്തമായിട്ട് സുവിശേഷം പറയേണ്ട ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെടണമെന്ന് എങ്ങനെ, ഒരു രക്ഷ എങ്ങനെ നേടാം എന്നുള്ള കാര്യം നമ്മൾ പറയണം. അത് ചിലപ്പോൾ അവരുടെ പ്രയാസ സാഹചര്യങ്ങളിലായിരിക്കാം, ചില ദുഃഖ സാഹചര്യങ്ങളിലായിരിക്കാം നമ്മൾ ആ സുവിശേഷം പങ്കുവെക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മൾ ആളുകളായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. ആ ബന്ധം നമ്മൾക്ക് അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പല നല്ല അവസരങ്ങളുണ്ട്. ഒരു പക്ഷെ ക്രിസ്മസ് ആയിരിക്കാം, ഈസ്റ്ററുകളായിരിക്കാം. ഈ സമയത്തെല്ലാം നമുക്ക് അവരെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയും അവരുടെ സുവിശേഷം പറയുകയും ചെയ്യാം. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. എല്ലാ സമയവും നമ്മുടെ ജീവിതം വളരെ സുഖമാണെന്ന് നിർബന്ധമില്ല. ചില കാര്യങ്ങളിൽ ചില സമയത്ത് വളരെ ദുഃഖങ്ങളായിട്ടുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിലെ പത്രോസ് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവിനെ സ്നേഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ഉണ്ടാവും. അത് സഹിക്കുക, അത് നമ്മൾ പ്രതീക്ഷിക്കുക. യോസഫിനെ സംബന്ധിച്ച് അവൻ ജയിലിലായി. ദാനിയേലിനെ സംബന്ധിച്ച് അവനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. നെഹമ്യാവിനെ കുറിച്ച് പലരും പല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ രാജാവിനെ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ കഷ്ടത നേരിടേണ്ടതായിട്ട് വരും. അപ്പോ നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് സന്തോഷിക്കുക. ഒരിക്കലും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാ സമയത്തും നല്ലത് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കണം? നമുക്ക് അതിനോട് പ്രതികരിക്കാം? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ നമുക്ക് ദൈവം അതിനുള്ള കൃപ തരുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചില തെറ്റായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. ചിലർ തങ്ങളുടെ അധികാരത്തെ തെറ്റായിട്ടുള്ള രീതിയിൽ അത് ഉപയോഗിക്കുന്നു. ദാവീദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന്റെ അധികാരം ഉപയോഗിച്ചിട്ട് ഊരിയാവിനെ കൊല്ലുകയും ബർശേബയെ തന്റെ ഭാര്യയായിട്ട് എടുക്കുകയും ചെയ്തു. നല്ല ഉദാഹരണങ്ങളുണ്ട്. യോസഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പൊത്തീഫറിന്റെ ഭവനത്തിൽ സകല അധികാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരിക്കലും ദൈവത്തിനെതിരെ പാപം ചെയ്യുവാൻ അത് അവൻ ഉപയോഗിച്ചിട്ടില്ല. ദാനിയേലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. കറപ്ഷൻ ചെയ്യുവാൻ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് വളരെ നല്ല അവസരങ്ങളുണ്ട്. എന്നാൽ പറയുന്നത് അവരുടെ കൂട്ടുകാരെല്ലാം ദാനിയേലിന് എഗൻസ്റ്റ് ആയിട്ട്, എതിരായിട്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോഴും ദാനിയേലിന്റെയോ അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചോ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ ഒരു കുറ്റവും കാണുവാനായിട്ട് അവർക്ക് അവസരം വന്നില്ല. ഞാൻ ഇവിടെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞത് ഒരു വളരെ സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ജീവിതം രണ്ടായിട്ട് തിരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്, ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം. എന്നാൽ ബൈബിളിൽ പറയുന്നത് നമുക്ക് ഒരേ ഒരു ജീവിതമുള്ളൂ. ആ ജീവിതം 100% അല്ലെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള ഒരു ജീവിതമാണ്. നമുക്ക് പറയാൻ പറ്റില്ല ചില സമയങ്ങൾ, ചില മേഖലകൾ എനിക്കുള്ളതാണ്, ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ ദൈവത്തിനുള്ളതാണ്. അല്ല, ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉടമസ്ഥത. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ തീരുമാനങ്ങൾക്കും, എല്ലാ ഡയറക്ഷനിലും ദൈവത്തേക്ക് നോക്കുക, ദൈവത്തെ ആശ്രയിക്കുക. നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാത്തിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം നമ്മളോട് മഹത്വപ്പെടുക. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ദൈവത്തിനായിട്ട് ചെയ്യുക. ഒരു തൊഴിൽ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ അവിടെ നമ്മൾ സേവിക്കുന്നത്, നമ്മുടെ മാനേജർ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. യേശു കർത്താവാണ് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയുന്നത്. യേശു കർത്താവാണ് നമ്മുടെ ജോലി വിലയിരുത്തുന്നത്. അവസാനം നമുക്ക് കിട്ടുന്ന പ്രതിഫലം യേശു കർത്താവിൽ നിന്നായിരിക്കണം. ആ രീതിയിൽ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തൊഴിൽ രംഗത്ത് അനേക കാര്യങ്ങൾ, നമ്മുടെ മഹാനിയോഗം നിറവേറ്റുവാനായിട്ട്
ദൈവം നമുക്ക് അവസരം നൽകും. കേട്ട എല്ലാവർക്കും ആയിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബ്രദറിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഭൗമിക തലം എന്ന് നമ്മള് ഹെഡിങ്ങിൽ പറഞ്ഞ സമയത്ത് പ്രത്യേകമായിട്ടും അതിലെ ജോലിയോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ബ്രദർ നമ്മളോട് പറഞ്ഞത്. തൊഴിലിനെ ദൈവം എങ്ങനെ കാണുന്നു എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടു. നാം എങ്ങനെ, പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം ചെയ്യുന്ന തൊഴിലിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, ഒരു ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കേട്ടു. അതുപോലെ ഏത് തലത്തിലുള്ള ദൗത്യ നിർവഹണമാണെങ്കിലും ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. കർത്താവിനെ പ്രതി കാര്യങ്ങൾ ചെയ്യുക, അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതുണ്ടാക്കുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ജോലിയുള്ള ബന്ധത്തിൽ തടസ്സങ്ങൾ നേരിടാതെ ദൈവരാജ്യ ദൗത്യങ്ങൾ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട വിവിധ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ മിഷൻ ത്രൂ മൈ ജോബ് എന്നുള്ള ആ ഒരു കാര്യം കൂടി നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി തൊഴിലിനോടുള്ള ബന്ധത്തിൽ. തുടർന്ന് നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ചർച്ചയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു ആത്മീയമായിട്ടുള്ള നമ്മുടെ ദൗത്യ നിർവഹണങ്ങൾ, അല്ലെങ്കിൽ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലെ ദൗത്യ നിർവഹണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് സംഘർഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ മറ്റ് ഭൗമിക തലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു സംഘർഷമായിട്ട് ഏതൊക്കെ തരത്തിൽ പല കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യങ്ങൾ തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് കഴിയും. ഈ കേട്ട കാര്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, വർക്ക് പ്ലേസിൽ ഒക്കെ നമുക്ക് അനുഗ്രഹമായിട്ട് തീരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ചർച്ചയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.